എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. ബത്ലഹേമിലെ പുൽക്കൂടിന്റെ ഓർമ്മയിൽ ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ പുൽക്കൂടൊരുക്കി ഇടവകയിലെ യുവജനങ്ങൾ. യേശുദേവന്റെ ജനനത്തെ അനുസ്മരിപ്പിച്ച് ബത്ലഹേമിൽ ആദ്യം ഒരുക്കിയ പുൽക്കൂടിനെയാണ് ഇടിവണ്ണ ദേവാലയത്തിൽ പുനർജനിപ്പിച്ചിട്ടുള്ളത്. ഒരു പുൽക്കൂട് ചെയ്യണമെന്ന് ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞപ്പോൾ എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞപ്പം ആദ്യം ഐഡിയ കൊണ്ടു എന്നിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു എല്ലാവരും. കാരണം കുറെ പേര് നാട്ടിലുണ്ട്, ചെയ്യാൻ ആൾക്കാരും ഉണ്ട്. അപ്പം ബത്ലഹേമിന്റെ ഒരു മാതൃകയിലുള്ളൊരു പുൽക്കൂട് ചെയ്യുന്ന ആഗ്രഹം. അപ്പം ഒരു ബുക്കൊക്കെ വായിച്ച് ഒരു സിനിമയൊക്കെ ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി ഐഡിയ കിട്ടി. പിന്നെ പേപ്പറിലോട്ട് ആ ഒരു ഐഡിയ വരച്ചെടുത്ത് നമ്മുടെ രീതിയിൽ ആക്കിയെടുത്തു. പിന്നെ അതിൽ നമ്മുടെ എല്ലാവരുടെയും കൂടി കുറച്ച് ഐഡിയയും കൂടെ ചേർത്ത് ബത്ലഹേമിന്റെ മാതൃകയിൽ ആക്കിയെടുത്തൊരു പുൽക്കൂടാണിത്. റിഷോൺ മനോജിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ യുവജനങ്ങളാണ് പുൽക്കൂട് ഒരുക്കിയത്. വായനയിൽ നിന്നും സിനിമകളിൽ നിന്നും ബത്ലഹേമിലെ ആദ്യ പുൽക്കൂടിനെ പറ്റി അറിഞ്ഞതോടെ നമ്മുടെ ദേവാലയത്തിൽ ഈ ക്രിസ്മസിന് ഈ പുൽക്കൂട് നിർമ്മിക്കാമെന്ന ആഗ്രഹം ഉണ്ടായതെന്ന് റിഷോൺ മനോജ് പറഞ്ഞു. ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കൂമ്പക്കലും ഇടവക സമൂഹവും കൂട്ടുകാരും ഒപ്പം നിന്നു. ഇതോടെ ഇതിന് തുടക്കം കുറിച്ചു. ഇതാണ് പഴമയുടെ ഓർമ്മകൾക്ക് പുതുജീവൻ നൽകാനായതെന്നും റിഷോൺ പറയുന്നു. കുറച്ചും കൂടെ ഒരു മോണോക്രോം രീതിയിൽ ചെയ്തതാണ്. അന്നത്തെ കാലത്ത് ഒരു സ്റ്റൈലായിട്ടുള്ള സാധനം, ഒരു മരുഭൂമിയൊക്കെ ഉള്ള രീതിയിൽ. അതായത് ഈശോ ഉണ്ടായത് ബത്ലഹേമിലെ ഒരു പട്ടണത്തിലാണ്. അപ്പം ആ ഒരു ഏരിയ പറഞ്ഞാല് കുറച്ചും കൂടെ മരുഭൂമിയും പിന്നെ ഒരു ആൾക്കാർ കുറെ കോളനൈസ്ഡ് ആയിട്ട് താമസിക്കുന്ന ഏരിയയും പിന്നെ ഒരു മരുഭൂമിയും അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ എടുത്തു. പിന്നെ അതിലോട്ട് എൻ്റെതായ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു പ്ലാൻ ആക്കി. അപ്പൊ അതിൽ നിന്ന് സെറ്റ് ചെയ്തതാണ്. പഴയകാല പുൽക്കൂട് നിർമ്മാണ ശൈലി പിന്തുടർന്ന് തയ്യാറാക്കിയ ഈ പുൽക്കൂടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 3 മാസം നീണ്ടു. പൂർണ്ണമായും പാരമ്പര്യ രീതിയിലാണ് നിർമ്മാണം നടന്നത്. ആധുനിക വസ്തുക്കൾ ഒഴിവാക്കി പുൽ, മുള, മരക്കൊമ്പുകൾ തുടങ്ങിയ പ്രകൃതിദത്ത സാമഗ്രികളാണ് ഉപയോഗിച്ചത്. ഒരു കാലത്ത് ഗ്രാമീണ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന പുൽക്കൂടുകളുടെ ഓർമ്മകൾക്ക് പുതുജീവൻ നൽകുകയാണ് ഈ യുവസംഘം. പുതുതലമുറയ്ക്ക് പാരമ്പര്യ ശില്പകലയെ പരിചയപ്പെടുത്തുകയും പഴയ സംസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് പുൽക്കൂട് നിർമ്മിച്ചത്. പ്രദേശവാസികളും സന്ദർശകരും വലിയ കൗതുകത്തോടെയാണ് ഈ പുൽക്കൂട് കാണാനെത്തുന്നത്. ഇന്ന് ഇടിവണ്ണ സെന്റ് തോമസ് ഇടവകയിൽ ഒരുക്കിയ പുൽക്കൂട് ഒരു നാടിന്റെ പുൽക്കൂടായി മാറും. എ+ വിഷൻ, ചാലിയാർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.